എനിക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ വീണ്ടും വീണ്ടും കുറ്റബോധമാണ്, ആകെ സങ്കടമാണ്. എന്റെ കല്യാണത്തിന് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. നിങ്ങൾക്ക് ഉണ്ടാവില്ല സങ്കടമൊക്കെ? എന്ത് ചെയ്യാൻ പറ്റില്ല? സേവ് ദ ഡേറ്റിനെ പറ്റിയിട്ടാ പറയണേ. നമ്മുടെ കാലഘട്ടത്തിലൊന്നും ഇത് ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ സേവ് ദ ഡേറ്റ് പോയിട്ട് ചെറുക്കനും പെണ്ണും കാണൽ പോലും ഉണ്ടായിരുന്നില്ല. കാരണവന്മാർ കണ്ടു ഉറപ്പിച്ച് കൊണ്ടുവരും, എന്നിട്ട് കല്യാണത്തിന് അന്നാണ് കാണുക. ചില കോമഡി സിനിമയിലൊക്കെ പറയാറില്ലേ, കുട്ടികൾ ഒന്നതിന് ശേഷം ഞാൻ ഭർത്താവിനൊക്കെ പറയാറില്ല. അല്ല, നമ്മുടെ കാലഘട്ടത്തിലും സേവ് ദ ഡേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിന്റെ ഒരു ഡേറ്റ് അങ്ങ് ഫൈനലൈസ് ചെയ്യും, അതങ്ങ് ആണും പെണ്ണും മനസ്സിലെങ്കിൽ സേവ് ചെയ്ത് വെക്കും, കുടുംബക്കാരും സേവ് ചെയ്ത് വെക്കും. അതാണ് നമ്മുടെ സേവ് ദ ഡേറ്റ്. ഇപ്പൊ ഇറങ്ങുന്നതേ ഒന്നൊന്നര സേവ് ദ ഡേറ്റുകളല്ലേ. അതിലെ അബദ്ധങ്ങളും രസകരമായ നിമിഷങ്ങളും ഇവർക്ക് കല്യാണത്തിന് ശേഷം ഓർത്തിരിക്കാൻ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളുള്ള സേവ് ദ ഡേറ്റുകൾ. കല്യാണത്തിന് ശേഷം ഓർത്തിരിക്കാനല്ല, കല്യാണത്തിന് മുമ്പേ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല തുറന്നുകാട്ടൽ പടങ്ങളും. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഭയങ്കര രസമുള്ളതാണ്. കാരണം രണ്ടുപേർക്കും കുറച്ച് കല്യാണത്തിന് മുമ്പാണെങ്കിലും കുറച്ച് നേരം അടുത്തിരുന്ന് സമയം സ്പെൻഡ് ചെയ്യും, ആ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. അതെ, അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആൽബം പോലെയൊക്കെ സേവ് ദ ഡേറ്റ് വീഡിയോഗ്രാഫർമാര് ശരിക്കും റാഗിയാണ് ഇവരെ. കൂട്ടിക്ക് കുമാരേട്ട അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് കാണുമ്പോൾ ആ വീഡിയോസ് എന്ന് പറയാൻ നേരത്ത് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ പിള്ളേർ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യത്തിൽ പെട്ടെന്നുള്ള സഹിക്കില്ല. നമ്മൾ ആലോചിക്കും ഇവിടെ വീട്ടിൽ ഇവരൊക്കെ ഒരുമിച്ചിരുന്നാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നത്. എന്നാൽ ഇത്രയൊക്കെ ബോൾഡ് ആവുന്ന നമ്മുടെയൊക്കെ ഒരു കല്യാണ ഷൂട്ടിനൊക്കെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന പറയുമ്പോ നമുക്കാകെ നാണാണ് ഒന്ന് തോളോട് തോള് ചേർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ കൈ തോളത്ത് വെക്കാനോ. ആ മറ്റേ വടക്കു നോക്കിയ നൃത്തത്തില് ശ്രീനിവാസൻ ഫോട്ടോ എടുക്കുന്ന മാതിരി ആ ഒരു അവസ്ഥയായിരുന്നു നമ്മുടെയൊക്കെ സമയത്ത്. പക്ഷെ ഇപ്പൊ ഇവർക്ക് ഒരു നാണമില്ല, അവര് തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ഒക്കെ അപ്പോഴേ തുടങ്ങുവാണ്. നമ്മൾ ഈ ചായ കുടിച്ചു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെ 2 വർഷം കഴിഞ്ഞായിരിക്കും അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. കുറച്ചും കൂടെ ഒരു വൾഗാരിറ്റി തന്നെ ഞാൻ പറയും. ഇങ്ങനെ ഓവറായിട്ട് കാണിക്കുന്ന വീഡിയോകളുടെ പിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാല് ഇത് ഞങ്ങള് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ലവാണെന്നൊക്കെ ആൾക്കാരെ കാണിച്ചു കൂട്ടാൻ വേണ്ടി എന്തൊക്കെയോ കൂടുതലും പ്രണയ വിവാഹങ്ങളിലാണെന്ന് തോന്നുന്നു ഈ സേവ് ദ ഡേറ്റ് ഭയങ്കര ഈ പറഞ്ഞ പോലെ. അങ്ങനെയൊന്നുമില്ല, ആൾക്കാരെല്ലാരും ഒരു വെറൈറ്റി സംഭവം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് ക്യാമറമാൻമാരാണ് മെയിൻ ആയിട്ടുള്ളത്. വളരെയധികം നല്ല വെറൈറ്റീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. കല്യാണത്തിന് മുമ്പ് തുറന്നു കാണിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക, എന്തൊക്കെ പരിപാടികളാണ്. കവർ ചെയ്ത സേവ് ദ ഡേറ്റിന്റെ ഒരു ഷൂട്ട് ഉണ്ട്. അപ്പൊ പെണ്ണ് ബ്രൈഡ് ഇങ്ങനെ ബെഡ്ഷീറ്റ് തുറന്നു കാണിക്കുന്നു, കല്യാണത്തിന് ശേഷം അല്ല, കല്യാണത്തിന് ശേഷമാണെങ്കിലും കല്യാണത്തിന് മുമ്പാണെന്നുണ്ടെങ്കിലും സ്വന്തം ന്യൂഡിറ്റി എക്സ്പോസ് ചെയ്തിട്ട് അത് പബ്ലിക്കിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു മാനസിക ലൈഫിൽ കുറെ പ്രൈവസി ഒക്കെ വേണ്ട, കുറച്ച് അവനവന്റെ കാര്യങ്ങൾ. നമ്മളിപ്പോ നാട്ടുകാരെ കാണിച്ചിട്ട് എന്ത് ഏൺ ചെയ്യാനാണ്? എനിക്ക് ഇങ്ങനെ ഒരാളോട് സ്നേഹമുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇത്തിരി നല്ല റിലേഷൻഷിപ്പാണ്, നാട്ടുകാരെ പ്രദർശനത്തിന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് മാരേജ്. അപ്പോൾ ആ മാരേജിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല നിമിഷങ്ങൾ നമുക്ക് എന്ന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ പിന്നീട് കിട്ടില്ല. അപ്പോൾ ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതിനകത്ത് ലൈഫ് എന്തോരം ഉള്ളത് എനിക്കറിയില്ല. നമ്മൾ എത്ര പേര് മാരേജ് ആൽബം 1 വർഷത്തിന് ശേഷം വീണ്ടും എടുത്ത് കണ്ടു. പക്ഷെ നമ്മള് കാലത്തുള്ള മാരേജ് ആൽബം കാണാൻ തോന്നും, എല്ലാരും കൂടി ഒരുമാതിരി മരിച്ച വീട്ടിൽ വന്ന് നിൽക്കുന്ന പോലെ നിൽക്കും. ഫോട്ടോസ് കണ്ടിട്ടോ നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിൽ ചിന്നപ്പ് അങ്ങനെ നിൽക്കുക. അതല്ലാണ്ട് എല്ലാവരും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ബ്രൈഡ് ആണെങ്കിലും ഗ്രൂം ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും വരുന്നവരിങ്ങനെ വടി പിഴിഞ്ഞ പോലെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നു. പിന്നെ ബ്രൈഡിന്റെ കാര്യത്തിൽ പക്ഷെ അത് എത്ര പേര് കല്യാണത്തിന് വന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ആൽബം ഒക്കെ നോക്കിയിട്ടാണ് കുട്ടികളൊക്കെ കാണുമ്പോ എന്തൊരു പഥറ്റിക് ആണ് ആൽബം. പിന്നെ എന്റെയൊക്കെ സമയത്ത് ഞാൻ ഭയങ്കര പ്ലേഫുൾ ബ്രൈഡ് ആയിരുന്നു. അതായത് മണ്ഡപത്തിൽ ഇരുന്നുകൊണ്ട് വരുന്നവരൊക്കെ കൈവക്കി കാണിക്കുക അങ്ങനെയൊക്കെ ചെയ്ത ഒരു സമയത്ത് എന്റെ അമ്മ പുറകിൽ തന്നെ പിച്ചി എന്നിട്ട് നുള്ളിയിട്ട് പറയണ്ട, അടങ്ങിയിരിക്കും, ചെക്കൻ വീട്ടുകാർ ഇതൊക്കെ കാണുന്നല്ലേ, നിന്നെ പറ്റി എന്ത് വിചാരിക്കുന്നു. ആ സിറ്റുവേഷനിൽ നിന്നാണ് ഇപ്പൊ ഇതൊക്കെ എൻറ്റയർലി മാറി. ഈ സേവ് ദ ഡേറ്റ് വന്നു, ചെക്കനും പെണ്ണും കാണിക്കാൻ പാടില്ലാത്ത എല്ലാം കാണിച്ചു. ഈ വീഡിയോ വന്നിട്ട് വീട്ടുകാരും ചെക്കൻ വീട്ടുകാരും പെണ്ണൂട്ടും എല്ലാരും കൂടി ഇരുന്നാണ് സേവ് ദ ഡേറ്റ് വീഡിയോ കാണുന്നത്. ചെക്കൻ വീട്ടുകാരെന്ത് കാണുന്നല്ല, ഈ സാധനമൊക്കെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞിട്ട് പബ്ലിക് എന്തോരം കമന്റ്സ് വരുന്നതിനെ കുറിച്ചാണ് അവർക്ക് മാത്രമല്ല ഫോട്ടോഗ്രാഫേഴ്സിന് മോട്ടിവേഷൻ ആണ്. അവരപ്പം എങ്ങനെ അവരുടെ ബാധ്യതയാണ് ഇപ്പൊ എങ്ങനെ ഇത് ഭയങ്കര നമ്മുടെ നാട്ടിലൊരു സ്റ്റുഡിയോ ഉണ്ടാവും. ആ സ്റ്റുഡിയോ ഒക്കെയാണ് സ്ഥിരം അവിടെ കല്യാണ പരിപാടി കൊടുക്കുക. അയാൾ എങ്ങനെ ഫോട്ടോ എടുത്താലും അയാൾ തന്നെ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇപ്പൊ പിള്ളേർ ഇൻസ്റ്റയിൽ നോക്കിയിട്ട് ഓരോരുത്തരുടെ പ്രൊഫൈല് നോക്കി എങ്ങനെയാണ് ഫോട്ടോ നോക്കി ആ ആളെ വിളിച്ചു വരുത്താണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ 3-4 ജില്ലയുടെ അപ്പുറത്തുള്ള ആൾക്കാരാണ് ഫോട്ടോ. യഥാർത്ഥത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ഇതേപോലത്തെ ഒരു ഫോട്ടോഗ്രാഫി, അതായത് ഈ ഡയറക്ടറും ക്യാമറമാനും പറയുന്ന അനുസരിച്ചിട്ട് കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ട് എൻജോയ് ചെയ്യുന്ന ആ മൊമെന്റുകളെല്ലാം
ഒരു ആർട്ടിഫിഷ്യലായിട്ട് മാറ്റുമല്ലേ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നാട്ടുകാരെ കൂടെ എല്ലാവരും കൂടെ വട്ടത്തിൽ നിന്നാൽ നമുക്ക് എങ്ങനെയാണ് റിയൽ ആയിട്ട് കല്യാണം കഴിക്കാൻ പറ്റുക? നമുക്ക് കല്യാണം കഴിച്ച ആ മൊമെന്റ്, ഇപ്പൊ നമ്മളെല്ലാവരും കല്യാണം കഴിച്ച ആൾക്കാർ, ആ മൊമെന്റിൽ നമുക്ക് എന്തെങ്കിലും ഓർമ്മ? എനിക്കൊക്കെ ഒരു ബ്ലാങ്ക് ആണ് ഓർമ്മ വരുന്നത്. കാരണം ചുറ്റോട് ചുറ്റും ആൾക്കാർ. എന്റെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. ഏറ്റവും അധികം മുഹൂർത്തങ്ങളുള്ള ഒരു ദിവസമായിരുന്നു. ചുറ്റോട് ചുറ്റും മനുഷ്യന്മാർ നിൽക്കുമ്പോൾ നമുക്ക് ഏത് ക്യാമറയിൽ നോക്കി ചിരിക്കണം എന്ന് പോലും അറിയില്ല. പക്ഷേ സേവ് ദ ഡേറ്റിന് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ഒരു ഫോട്ടോഗ്രാഫറും അല്ലെങ്കിൽ ലൈറ്റ് ബോയും പിന്നെ ഇവരുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്. അപ്പൊ അതൊരു ഭയങ്കര നിമിഷം ഉണ്ടാവില്ല. ഫ്രണ്ട്സ് ആണ് ചിലത് നമ്മള് ക്യാമറ തന്നെ എവിടെയാണെന്ന് അറിയില്ല, കുറെ കഴിയണം മനസ്സിലായി. അല്ലല്ല, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതില് ഈ ഐറ്റം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒരു ഉണ്ട കിടക്കുന്നത്. അപ്പൊ ഒരു പെൺകുട്ടിയുടെ വലിയൊരു ഗൗണാണ്, ഈ വൈറ്റ് ഗൗൺ. അപ്പൊ അതിങ്ങനെ കാണിക്കുക. ആ പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകാൻ നേരത്ത് അടിയിൽ ക്യാമറമാൻ ഇരിക്കുന്നു. അപ്പൊ എന്താണ് ഷൂട്ട് ചെയ്തതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മള് റീൽസിൽ നോക്കിയ കുറെ സേവ് ദ ഡേറ്റ് കോമഡികളും കാണാം. ഈ ബോട്ടിലൊക്കെ കയറി നിന്നിട്ട് ടൈറ്റാനിക് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്, ആനക്കെട്ടിൽ വെച്ചിട്ട് സേവ് ദ ഡേറ്റ്. അപ്പൊ ആ ചെക്കൻ ഇങ്ങനെ തിരിയുമ്പോഴെന്തോ ആന മറ്റേ ഓല മടലെടുത്തിട്ട് ഒറ്റ ഒരു ഇച്ചിരി വ്യത്യാസത്തിന്റെ പുറത്ത് അവന്റെ കണ്ണിന്റെ ഫ്രണ്ട് കൂടെ പോയ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പല ഈ നമ്മള് വെറൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ പല ആൾക്കാരും ചെയ്യുന്ന ഈ സേവ് ദ ഡേറ്റ് ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനെങ്കിലും എറിയണ്ടേ? ഒരു കാര്യം തരാം. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റ പോലത്തെ സംഭവങ്ങൾ ഇപ്പൊ അതിൽ കൂടുതലും വീഡിയോസും വിഷ്വൽസിനാണ്, അല്ലാണ്ട് ഇതൊന്നും ഉള്ളിൽ തട്ടിയിട്ടുള്ള അതിനൊന്നും വലിയ ഒരു ഇമ്പോർട്ടൻസ് ആഗ്രഹിക്കുന്നു. അതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? നമുക്ക് നമ്മുടെ മാരേജ് നടക്കുന്നു, ഇന്ന സംഭവമാണ്, ഇന്നതാണ്, ഇന്ന ഡേറ്റ് ആണെന്നൊക്കെ പറയുന്ന സാധനം പലപ്പോഴും ഈ ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല, സെലിബ്രേറ്റ് ചെയ്യാണ്, അവരുടെ ആഘോഷമാണ് അത്, ഒരു പുതിയ ലൈഫിലേക്ക് കടക്കാന്നുള്ളത്. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ സേവ് ദ ഡേറ്റ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മുടങ്ങിപ്പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അങ്ങനത്തെ എത്ര കേസുകൾ ഉണ്ടല്ലേ? ഇതൊക്കെ കുറെ കാണിച്ചു കൂട്ടലാണ് ഈ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ഈ വൾഗർ വീഡിയോസും അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യുന്നത്. നമുക്കൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാലും ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ? നമ്മളൊരു പബ്ലിക്കിൽ നമ്മൾ കാണുമ്പോൾ നമുക്കത് ഒരു നിങ്ങളുടെ പ്രൈവസി നിങ്ങൾ ഞങ്ങളെ കാണിക്കേണ്ടത് എന്തിനാന്നുള്ളൊരു ചോദ്യമാണ്. പിന്നെ കുശുമ്പുള്ളവരുണ്ട് കമന്റ് ചെയ്യുന്നത്, അയ്യോ എന്റെ കല്യാണത്തിന് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു. എനിക്കുണ്ട് കേട്ടോ, പുതിയ സേവ് ദ ഡേറ്റ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ നമ്മള് 10 വർഷം മുന്നേ ആയതുകൊണ്ടാണ് ഈ സേവ് ദ ഡേറ്റ് ഒന്നും ഇല്ലാണ്ടായി. സേവ് ദ ഡേറ്റ് ഒരു ആചാരം പോലെ മുമ്പൊക്കെ ഓർക്കുന്നുണ്ട്. ഇപ്പം ഒരു ഹിന്ദു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു കർച്ചീഫ് താഴെ വീണ് എടുക്കുന്ന സമയം കൊണ്ട് കല്യാണം കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇത് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. കാണുന്നത് മുഴുവൻ ക്യാമറമാൻമാരുടെ. നമ്മള് കുട്ടികളുടെ കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല സെർച്ചുകളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്റെ മോളുടെ വിവാഹമാണ്, ഈ എങ്ങനെയാണ് സേവ് ദ ഡേറ്റ് നമുക്ക് എക്കണോമിക്കലായിട്ട് ചെയ്യാൻ പറ്റുക? എന്ത് വെറൈറ്റീസ് ആണ് ചോദിക്കുക? പാരന്റ്സ് തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിലൊരു അഡ്വാൻറ്റേജ് തോന്നിയിട്ടുള്ളത് വെച്ചാൽ പൊതുവേ നമ്മൾ മലയാളി സമൂഹം കുറച്ചും കൂടെ ആഘോഷിക്കാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ. സേവ് ദ ഡേറ്റ് മാത്രം ഇതൊരു ഒരു ഒരു ചെയിൻ ആണല്ലോ. സേവ് ദ ഡേറ്റ് ഉണ്ട്, ബാച്ചുലർ പാർട്ടി ഉണ്ട്, പിന്നെ മെഹന്തി ഉണ്ട്, ഹൽദി ഉണ്ട്, ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും. അതായത് മെഹന്തി ഹൽദിയൊക്കെ നമ്മൾ ഹിന്ദി സീരിയലും സിനിമയും കണ്ടിട്ട് പഠിച്ചെടുത്ത ഒരു സാധനം. പക്ഷെ പൊതുവെ ഒരു ആഘോഷം, ഡാൻസ്, ഇപ്പം എല്ലാവരും തലേദിവസം ഡാൻസ് കളിക്കുക, കസിൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഫ്രണ്ട്സ് കൂടി ഡാൻസ് കളിക്കുക, ഒരു ആഘോഷം മൂടുണ്ട്. പിന്നെ ഇവന്റ് മാനേജ്മെന്റുകാരില്ലേ ഇപ്പൊ എല്ലാം ചെയ്യാനും നടത്തിക്കാനും ഒക്കെ. ഇവന്റ് മാനേജ്മെന്റുകാർ തന്നെ ചെക്കനെയും പെണ്ണിനെയും ഒരു ദിവസം നിർത്തി ഫുൾ ട്രെയിൻ ചെയ്ത് ഡാൻസ് പഠിപ്പിച്ച് ആ ഡാൻസ് ഒക്കെയാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ കല്യാണം ഓർത്ത് വെക്കാനുള്ള ഒരു മൊമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രൈഡൊക്കെ അങ്ങ് ഡാൻസ് കളിച്ച് തകർക്കാണ് സ്റ്റേജില്. അതിലാർക്കും പ്രശ്നമില്ലാന്നുള്ളതാ, വീട്ടുകാർക്കായാലും ആർക്കായാലും. അടങ്ങിയിരിക്കടിയൊന്നും ഒരച്ഛനമ്മ ഇപ്പൊ വളരെ കോമൺ ആയിട്ട് വന്നോണ്ട് ഇപ്പൊ പല പെൺകുട്ടികളെയും വിവാഹം കഴിച്ചയപ്പിക്കാനായിട്ട് പാരന്റ്സ് ബുദ്ധിമുട്ടുന്ന കാലമാണ്. അപ്പോൾ കുട്ടികൾ നിർബന്ധിക്കുകയാണ്, എനിക്ക് മറ്റേ ആളുടെ പോലെ സേവ് ദ ഡേറ്റ് വേണം, അത് 3 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപയുടെ സംഭവം. കല്യാണം കഴിപ്പിച്ചു വിടുന്നതിന് തന്നെ വലിയ ചെലവ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ബാധ്യതയും കൂടെ അധിക ബാധ്യതയും കൂടെ പാരന്റ്സ്. ഞാൻ അതിലും പറയുന്നു, പല കുട്ടികളും അവിടെ സേവ് ദ ഡേറ്റും പിന്നെ ബ്രൈഡൽ സംഭവങ്ങളൊക്കെ ഇല്ല സ്റ്റാർട്ടിങ്ങിലുള്ള, അതായത് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ അല്ലാത്ത കാര്യങ്ങൾക്കുള്ളത് ഈ പിള്ളേർ തന്നെ കാശ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം വീട്ടുകാർ അതിനും കൂടെ കാശും തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. നല്ല ഫോട്ടോഗ്രാഫർ ഫ്രണ്ട്സും ക്യാമറമാനും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഡിസ്കൗണ്ടിലൊക്കെ ചെയ്ത് അവർക്കും വൈറലാവാൻ പറ്റിയ ഒരു ചാൻസ് ആണല്ലോ. കുട്ടികൾക്ക് പിള്ളേർ കുറച്ചും കൂടെ ഒരു വൈബാണ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ. ഇതിൽ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതിപ്പോ ഏത് പ്രായത്തിൽ, ഞാൻ ഇപ്പൊ നമ്മളൊരു അമ്മായി വർത്താനം പറയല്ല, പക്ഷെ നമ്മുടെ തള്ളവൈബില് പറയല്ല, പക്ഷെ നമ്മുടെ സ്വകാര്യത നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്നത് നമ്മളുടെ സ്വകാര്യതയാണ്. അത് നമ്മൾ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചിട്ട് ഒരു കുറെ ലൈക്കും ഷെയറും വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ സേവ് ദ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ഇവർ കല്യാണം കഴിഞ്ഞിട്ട് ഇവർ ശരിക്കും ഇവരുടെ ലൈഫ് വരുമ്പോഴാണ്
കുറെ ഇഷ്യൂസ്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് 10 years ഓഫ് സക്സസ്ഫുൾ മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാശ് ഇറക്കണമായിരിക്കും നല്ലല്ലേ? എന്റെ ഫ്രണ്ട് അത് ചെയ്തിട്ടുണ്ട്. അതല്ലേ ശരിക്കും വേണ്ട. മോനെ കൂട്ടിയിട്ട് അവരൊരു ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തിയിട്ടുണ്ട്. ആ കല്യാണത്തിന് സേവ് ദ ഡേറ്റ് ഒന്നും നടത്താൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ മോന് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ട്രൈ ചെയ്യാവുന്നല്ലോ. അതൊക്കെ നടന്നില്ലല്ലോ കുറ്റബോധം അല്ലെങ്കിൽ സങ്കടം വേണ്ട. സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും ഒക്കെ ആഘോഷിക്കാവുന്നതാണ്. പക്ഷെ അതിങ്ങനെ വെറുതെ കുറെ ആൾക്കാരെ വിളിച്ച് ഒരു ഓഡിറ്റോറിയത്തിൽ നടത്താണ്ട് ഇതുപോലെ സേവ് ദ ഡേറ്റ് ഇറങ്ങി പ്രകൃതിയിലോട്ടൊക്കെ ഇറങ്ങി പൊതുവെ ഒന്ന് ഫാമിലീസിലൊക്കെ ഒരു ലൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു. മറ്റേ കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മുഖത്തും ടെൻഷൻ, പെണ്ണിന്റെ മുഖത്തും. പണ്ട് പെണ്ണ് ഒന്ന് സംസാരിക്കൊന്നുമില്ല. ഉത്തരവാദിത്തം മുഴുവനും ഫാമിലി മെമ്പേഴ്സിലെ മുതിർന്ന ആൾക്കാർക്ക്. ഇപ്പൊ കുട്ടികൾ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. സേവ് ദ ഡേറ്റിന്റെ കാര്യം, എന്റെ കോസ്റ്റ്യൂമിന്റെ കാര്യം, ഓർണമെന്റ്സിന്റെ കാര്യം ഒന്നും അച്ഛനും അമ്മയൊന്നും ടെൻഷൻ അടിക്കേണ്ട. അതൊക്കെ എല്ലാം ഞാൻ തന്നെ ചെയ്തു. വെരി ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ട് അവർ. ഈവൻ അവരുടെ മാരേജിന്റെ കാര്യത്തിൽ പോലും അതിന്റെ ഒരു ഭാഗമാണ് സേവ് ദ ഡേറ്റ് ഒക്കെ. അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നടത്തുന്നതല്ലേ. ഒരു കാര്യം ഈ ഇതേപോലത്തെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള മറ്റുള്ള പബ്ലിക്കിനെയൊക്കെ കാണിച്ചുകൊണ്ടിട്ടുള്ള ഈ ഒരു വൾഗാരിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ഈ സേവ് ദ ഡേറ്റിനെ നിങ്ങൾ അല്ല നിങ്ങൾ വൾഗാരിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതല്ല, അതിലും ഓരോ മനുഷ്യന്റെ ഇഷ്ടങ്ങളല്ല. അവർക്ക് അങ്ങനെ തുറന്നു കാണിക്കണം എന്നാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചാൽ അവരത് കാണിക്കുകയാണ്. പക്ഷെ അത് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്കത് പ്രശ്നമല്ല. അല്ല, ഇവര് ഈ തുറന്നു കാണിക്കുന്ന ആൾക്കാര് കേരളത്തില് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഒന്നും അല്ല. ഇവര് സേവ് ദ ഡേറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്നത്. ആ പറഞ്ഞ കപ്പിൾസിലെ നമ്മൾ ബെഡ്ഷീറ്റ് വെച്ച് അവര് UK-ലോ അമേരിക്കയിലോ പുറം നാടുകളിൽ എവിടെയോ ജനിച്ചു വളർന്ന രണ്ടുപേര് അവർ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് അല്ലെങ്കിൽ സ്റ്റൈലൊക്കെ ആയിരിക്കും ഇവിടെ വന്നിട്ട് കാണിക്കുക. പിന്നെ ഒരു വെള്ളത്തിൽ വീഴുന്ന ഒരു സംഭവം ഇല്ലേ, ചെറുക്കനും പെണ്ണും കൂടി വെള്ളച്ച് പെണ്ണിനെടുത്ത് നേരെ പുറകിലോട്ട് വീണു. ഇതൊക്കെ അബദ്ധങ്ങളാണ്. നമ്മൾ കുറെ അബദ്ധങ്ങൾ പറ്റാണ്ട് നോക്കണം കേട്ടോ ഇതിന്റെ പേരിൽ. രസമാണ്, സംഭവം രസമാണ്. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അത്രേ ഉള്ളൂ. നമ്മള് സംഭവം രസമാണ്. അതിന്റെ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി ഉണ്ട്. ചില ക്യാമറമാന്റെ കഴിഞ്ഞ ദിവസം നല്ലൊരു ബ്യൂട്ടിയുള്ളൊരു വീഡിയോ കണ്ടായിരുന്നു. അതായത് അവരുടെ സേവ് ദ ഡേറ്റ് വരൻ സിഗരറ്റ് വലിക്കുന്നു, സിഗരറ്റ് വലിച്ചിട്ട് പുക മുകളിലേക്ക് എടുത്ത ശേഷം വധുവിന്റെ വായിലേക്ക് കൊടുക്കുന്നു. അണ്ട് വധു അതിന്റെ വായിൽ കൂടെ വിടുന്നു. കുറച്ചുകൂടി കാണുന്നുണ്ട്. പക്ഷെ പൊതുവെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരൊരു റൊമാൻറ്റിക് കപ്പിൾ ആണെന്ന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലുള്ള സേവ് ദ ഡേറ്റ്സ് ആണ് കാണിക്കുന്നത്. ചിലരത് കുറച്ചും കൂടെ വട്ടത്തിൽ ഏട്ടതാക്കാനാണ് ഒരു പരിശ്രമം കാണിക്കുന്നുണ്ട്. അതെ, അതും ചെയ്യുന്നുണ്ടെങ്കിലും പൊതുവെ കുട്ടികൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം ആൽബംസിലൊക്കെ കാണാൻ രസമാണ്. അല്ല, കെമിസ്ട്രി മാത്രം ഡെവലപ്പ് ആയാൽ കുഴപ്പമില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. അല്ല, ഇന്ന് ഫോട്ടോഷൂട്ട് നടക്കുന്നത് അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ചിട്ടുള്ള എത്ര വിവാഹങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കലാശിക്കുന്നുണ്ട്. അപ്പൊ പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയുന്നത് പറയുന്ന കേട്ടതൊന്നും പണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ നടത്തിയ കല്യാണങ്ങൾ ഭയങ്കര സക്സസ് ആയി. പണ്ട് കാരണവന്മാരൊക്കെ പറയും അത് നിങ്ങൾ കല്യാണം കഴിയുന്നവരെ ഒരുമിച്ചുള്ള ഫോട്ടോ പോലും എടുക്കരുതെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഓക്കെ, കാര്യം നമുക്ക് എൻജോയ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു മാരേജോ ആയിട്ടുള്ള ഒരു പർപ്പസിൽ ഈ സേവ് ദ ഡേറ്റ് അത്ര ഇമ്പോർട്ടന്റ് ആണോ എന്നുള്ളത്. മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും EMI അടക്കലും കുട്ടികളെ വളർത്തലും മാത്രമല്ല, കുറച്ച് സന്തോഷത്തിന്റെ എലമെന്റ്സും വേണം. അതിന്റെ സ്റ്റാർട്ടിങ് കുറച്ച് സന്തോഷമായിട്ട് തന്നെ തുടങ്ങട്ടെ. പിന്നെ ആ സന്തോഷം അവർക്ക് അങ്ങോട്ടും ഇപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിൽ സേവ് ദ ഡേറ്റിലൊക്കെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഫോട്ടോ എടുക്കാനാണെങ്കിൽ പോലും വിട്ടെടുക്കാൻ തയ്യാറാവുന്നത് പോലെ മുന്നോട്ടുള്ള ലൈഫിൽ അവർക്ക് അത് പറ്റട്ടെ. ഫോട്ടോഗ്രാഫറുടെ മുന്നിൽ വെച്ച് തന്റെ ഫിയോൺസിക്കും ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഗ്രൂം ആണെങ്കിൽ അവരുടെ ഇടയിലുള്ള ഒരു കെമിസ്ട്രിയും ആ വൈബും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതായത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവണം ഇയാൾ എന്നെ അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, എന്റെ സ്വാതന്ത്ര്യത്തിന് എന്നെ വിടുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ അവിടുന്ന് ഡെവലപ്പ് ആവുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പിന്നെ അതങ്ങനെ പോട്ടെ. നല്ല കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടാണ്. ഒരു കള്ള് ഷാപ്പിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, സേവ് ദ ഡേറ്റ്. അപ്പോൾ ഇവർ രണ്ടുപേരും ആ കള്ള് സപ്ലൈ ചെയ്യുന്ന ഒരു ലേഡിയുടെയും കള്ള് കുടിക്കാൻ വരുന്ന ഒരാളുടെയും സംഭവത്തിൽ എന്നിട്ട് ഇവർ രണ്ടുപേരും കള്ള് കുടിച്ചിട്ടുള്ള സേവ് ദ ഡേറ്റ്. അപ്പോൾ അതിൻ്റെ താഴെ കമൻ്റായിട്ട് എഴുതുകയാണ് കേട്ടോ, ഈ കപ്പിള് ഭർത്താവ് കള്ളു കുടിച്ചതിന്റെ പേരിൽ ഡിവോഴ്സ്ഡ് ആയിരുന്നു. എന്തായാലും അതിന്റെ ഒരു കൺക്ലൂഷൻ അല്ലേ, സേവ് ദ ഡേറ്റ് നന്നായിട്ട് തന്നെ വരട്ടെ. എല്ലാവരും കൺസെപ്റ്റ് ഈസ് ഓക്കെ, പക്ഷെ അത് ബാക്കിയുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് മര്യാദ ചെയ്യുകയാണെങ്കിൽ രസമാണ്. നമുക്കൊരു കൈ നോക്കാട്ടോ ഇനിയാണെങ്കിലും. എല്ലാവർക്കും ഒരു സേവ് ദ ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഉണ്ടാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.